അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പറവക്കാവടി കാണാൻ വേണ്ടി ശ്രീ വനത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പറവക്കാവടി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവല്ലത്ത് നിന്നപ്പം ഡേറ്റ് ആകുന്നത് കണ്ടിട്ട് നമ്മൾ പാച്ചിലോട്ട് പോയി. പാച്ചിലൂർ പോയപ്പം അങ്ങനെ പറവക്കാവടി സ്വീകരിക്കാൻ വേണ്ടി ഓരോ തട്ടവും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ തട്ടം ഉണ്ടായിരുന്നു. പിന്നെ പറവക്കാവടിയെ സ്വീകരിക്കാൻ വേണ്ടി പാട്ടും പിന്നെ വെള്ളം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും തിരുവല്ല ജംഗ്ഷനിൽ വന്ന് നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തതും വീഡിയോ ആയിപ്പോയി. അങ്ങനെ വീഡിയോ മാറ്റി ഫോട്ടോ എടുത്ത് നമ്മൾ കുറേ നേരം നിന്നിട്ടും കുറേ സമയമായി നിൽക്കുന്നു. അങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ പതുക്കെ താഴോട്ട് നടക്കാമെന്ന് പറഞ്ഞ് താഴോട്ട് നടന്ന് പരശുരാമൻ കോവിലിൻ്റെ കുറച്ച് ഇപ്പുറം കയറി നിന്നു. അവിടെയും കുറേ നേരം നിന്ന് ബലൂണൊക്കെ ഉണ്ടായിരുന്നു. ഈ ബലൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കരയാത്ത പിള്ളേരെയും കരയിക്കുന്ന പ്രത്യേകതയാണ് ബലൂണിനുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും ചിലർ വാങ്ങിച്ച് കൊടുക്കും, ചിലർ വാങ്ങിച്ച് കൊടുക്കില്ല. കാരണം അത് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ 2 ദിവസം തന്നെ എൻ്റെ മോളെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബലൂൺ വാങ്ങിച്ച് ഒരാഴ്ച പോലെ ആ ബലൂണ് ഇരിക്കൂല. അന്ന് വന്നതിൻ്റെ ആ ഒരു ദിവസവും പിറ്റേ ഒരു ദിവസം അത് കഴിഞ്ഞ് ആ ബലൂണിൻ്റെ ലൈറ്റ് വേറെ, ആ ബലൂണിൻ്റെ പിടിക്കുന്ന ഇതൊക്കെ വേറെ കിടക്കും. അങ്ങനെ ആ ബലൂണ് ഒന്ന് വന്ന് നിൽക്കുമ്പോഴേ ബലൂണും കൊണ്ട് ആൾക്കാർ വരുമ്പം എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പറഞ്ഞു വിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആ പറഞ്ഞ് പിന്നെ അവസാനം അവൾ പറഞ്ഞു എനിക്ക് ബലൂണ് വേണ്ട എന്ന് പറഞ്ഞു. കാരണം വരുമ്പോഴേ അവൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അങ്ങനെ കാവടിക്കാർ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോയിൽ കുറേ മാറിയാണ് കിടക്കുന്നത്. ഇപ്പം ഇത് കണ്ടതൊക്കെ നമ്മൾ പറവക്കാവടിയുടെ പുറകിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വീഡിയോ എടുത്ത് വന്നപ്പം അത് മാറി പോയതാണ്. ഫസ്റ്റ് വരുന്നത് മുരുകൻ്റെ ഫ്ലോട്ടാണ്. മുരുകൻ്റെ ക്ഷേത്രത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുരുകൻ്റെ ഒരു ഫ്ലോട്ടുണ്ട്. അതാണ് തൊട്ട് ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ ബാക്കിലായിട്ടാണ് പറവക്കാവടി. അതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ഇതുപോലെ കാവടി ഘോഷയാത്രയിലെ കാവടി, വേൽക്കാവടി, കാവടിയൊക്കെ വരുന്നത്. അതിന് തൊട്ട് ബാക്കിലോട്ട് വരുമ്പം ഡാൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നു എന്ന് വേണം പറയാം. ഇരിക്കാൻ സ്ഥലം ഉണ്ടായിട്ട് ഇരുന്നില്ല, നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ ബലൂൺ വരുമ്പോഴും നമ്മൾ ബലൂൺ ചേട്ടന്മാരടുത്ത് പറയും വേണ്ട ചേട്ടാ എന്ന് പറയും. കാരണം ഈ ബലൂൺ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ബലൂൺ വാങ്ങിക്കുന്നവർ വാങ്ങിക്കും. പിന്നെ ഇഷ്ടംപോലെ പയ്യന്മാരുണ്ടായിരുന്നു. ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ ഡാൻസ് കളികളുണ്ട്. എല്ലാം വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ ലോങ്ങായിട്ട് കിടക്കുമ്പോൾ നമുക്ക് കണ്ടൻറ്റ് എന്താ പറയണ്ടേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെയാണ് ഞാനും പറയുന്നത്. കാരണം ഞാൻ വലുതായിട്ടൊന്നും
സംസാരിക്കുന്ന ഇതുമല്ല. അങ്ങനെ ഇത് മുരുകൻ്റെ ഫ്ലോട്ടാണ് പോണത്. പാട്ടൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടൊന്നും ഇതിൽ വയ്ക്കുന്നില്ല. ഇതാണ് മുരുകൻ്റെ ഫ്ലോട്ട്. ഫസ്റ്റ് ഫ്ലോട്ട് പോയി മുരുകൻ്റെ. സെക്കൻഡ് പറവക്കാവടിയാണ്. ചെണ്ടമേളത്തോടു കൂടിയാണ് പറവക്കാവടി വരുന്നത്. പിന്നെ എന്താ പറയണമെന്ന് വിചാരിച്ചത് ഇതാണ്. കുറേ നേരം നിന്നിട്ട് എത്ര 9 മണി കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പറവക്കാവടി വരുന്നത്. ഇത് 5 പറവക്കാവടിയുണ്ട്. ഇതാണ് പറവക്കാവടി. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. ഞാൻ പോയ വിശേഷം നിങ്ങളും കൂടി പങ്കുവയ്ക്കുക എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് കുറേ കാവടിക്കാരും ഉണ്ടായിരുന്നു. മയിൽ കാവടി ഉണ്ടായിരുന്നു, വേൽ കാവടി ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫെബ്രുവരി 3 ലാസ്റ്റാണ് അഗ്നിക്കാവടി ഉണ്ട്. അഗ്നിക്കാവടി ലാസ്റ്റാണെന്നാണ് തോന്നുന്നത്. കണ്ടോ കാവടിക്കാർ പോണത് കണ്ടോ. ഇനിയുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇടയിൽ എന്തെങ്കിലും വരുന്നെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുതേ. ഇപ്പോൾ പോയത് മയിൽക്കാവടിയാണെന്ന് തോന്നുന്നു. മയിൽക്കാവടിയോ പീലിക്കാവടിയോ ആണ്. സത്യം പറഞ്ഞാൽ ഈ കാവടി കാണാനേ അറിയാവൂ. അത് എന്ത് കാവടിയെന്ന് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവും, ചിലതൊന്നും കണ്ടാലും മനസ്സിലാവില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ടോളിൽ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ പറയാനുള്ളത്, ഓരോ വഴിയിലും വരുമ്പോൾ ഓരോ കാര്യങ്ങളും കൊടുക്കും. ഇപ്പം ഈ തിരുവല്ലത്തിൻ്റെ അങ്ങോട്ട് വന്നപ്പം സംഭാരം നടന്ന് ക്ഷീണിക്കുന്നവർക്ക് സംഭാരം കൊടുക്കുന്നതാണ്. സംഭാരം കുടിച്ചുകൊണ്ടാണ് കുറേ ആൾക്കാർ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് സംഭാരം കൊടുത്താണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കണ്ടില്ലേ, പീലിക്കാവടി, വേൽക്കാവടി. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട വീഡിയോ ആണ്. അത് ലാസ്റ്റിൽ എഡിറ്റ് ചെയ്തപ്പോൾ കയറി വന്നതാണ്. അത് ഫസ്റ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത്. എഡിറ്റ് ചെയ്ത് പോകുന്നതാണ്. കണ്ട എന്ത് നീളമുള്ള വേല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണേ. ടാറ്റ, ബൈ ബൈ.